നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ബുദ്ധി സിദ്ധാന്തങ്ങൾ, ബഹുമുഖ ബുദ്ധി, വൈകാരിക ബുദ്ധി. ബുദ്ധി ഇൻ്റലിജൻസ്, പഠിക്കാനും ലേണിംഗ്, ഗ്രഹിക്കാനും കോംപ്രിഹെൻഷൻ, ഗണിക്കാനും മാത്തമെറ്റിക്കൽ, അപഗ്രഥിക്കാനും അനലിറ്റിക്കൽ, യുക്തിസഹജമായി ചിന്തിക്കാനും റീസണിംഗ്, സാദൃശ്യങ്ങൾ മനസ്സിലാക്കാനും അനലോജിക്കൽ തിങ്കിങ്, ഭാഷ പ്രയോഗിക്കാനും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും അഡാപ്ഷൻ ഉള്ള കഴിവാണ് ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റലിജൻസ്. ആശയപരമായും വസ്തുക്കളുടെ പരസ്പര ബന്ധം മനസ്സിലാക്കിയും പ്രതികരിക്കാനുള്ള ഒരു വ്യക്തിയുടെ ശക്തിവിശേഷത്തെ ബുദ്ധി എന്ന് സാമാന്യമായി പറയാം. കേന്ദ്ര നാഡീവ്യൂഹത്തിൻ്റെ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ സഹജമായ സവിശേഷതകൾ പഠനം, പരിചയം, പരിസ്ഥിതി എന്നിവ വഴി ആർജിക്കുന്ന പക്വത ബുദ്ധിയുടെ പ്രതിഫലമാണ്. റോമൻ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്ന സിസറോ ആണ് ഇൻ്റലിജൻസ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ്. വ്യക്തികളുടെ മാനസികവും കായികവുമായ കഴിവുകളെ അളക്കാൻ സൈക്കോമെട്രിക് ലാബ് ആരംഭിച്ചത് ഫ്രാൻസിസ് ഗാൾട്ടനാണ്. ബുദ്ധിയുടെ നിർവചനങ്ങൾ. ബുദ്ധി എന്നത് യുക്തിപൂർവം ചിന്തിക്കുന്നതിനും സന്ദേഹപൂർവം പ്രവർത്തിക്കുന്നതിനും പരിസ്ഥിതിയുമായി ഫലപ്രദമായി പൊരുത്തപ്പെടുന്നതിനുമുള്ള ഒരു വ്യക്തിയുടെ ക്ഷമത അല്ലെങ്കിൽ കഴിവാണ്. ഡേവിഡ് വെഷ്ലർ. പൂർവ്വകാലാനുഭവങ്ങളെ ലക്ഷ്യപൂർവ്വം പ്രയോഗിക്കാനുള്ള കഴിവാണ് ബുദ്ധി. തോണ്ടേക്ക്. യുക്തിപൂർവം ചിന്തിക്കുന്നതിനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നതിനും പരിസ്ഥിതിയുമായി സമായോജനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ചെയ്യുന്നതിനുമുള്ള ക്ഷമതയാണ് ബുദ്ധി. ഡേവിഡ് വെഷ്ലർ. അനുഭവങ്ങളിൽ നിന്നും അനായാസം പഠിക്കുന്നതിനും അമൂർത്തമായി ചിന്തിക്കുന്നതിനുമുള്ള കഴിവാണ് ബുദ്ധി. ഫ്ലെൻ ജെ ആർ. തെളിഞ്ഞ ബോധത്തോടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും യുക്തിയുക്തം ചിന്തിക്കുന്നതിനും തൽക്ഷണം തീരുമാനങ്ങൾ എടുക്കുന്നതിനും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് പോകുന്നതിനുമുള്ള കഴിവാണ് ബുദ്ധി. ബീനെ ആൻഡ് സൈമൺ. അമൂർത്ത വസ്തുക്കൾ എളുപ്പം പഠിക്കുന്നതിനും വിദഗ്ധമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ക്ഷമതയാണ് ബുദ്ധി. ആർതർ ഗെയ്റ്റ്സ്. പഠിക്കാനും അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് സാഹചര്യങ്ങളുടെ വെല്ലുവിളികളെ അതിജീവിക്കാനുമുള്ള കഴിവാണ് ബുദ്ധി. സിറിൽ ബർട്ട്. ബുദ്ധി സിദ്ധാന്തങ്ങൾ. ബുദ്ധിയെക്കുറിച്ച് ഒട്ടേറെ സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സിദ്ധാന്തങ്ങളൊക്കെ തന്നെ ബുദ്ധിഘടനയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ആദ്യകാല സിദ്ധാന്തങ്ങൾ പ്രധാനപ്പെട്ടവയാണ് ഏക ഘടക സിദ്ധാന്തം, യൂണിറ്ററി ഓർ മൊണാർക്കിക് തിയറി. ദ്വിഘടക സിദ്ധാന്തം, ടു ഫാക്ടർ തിയറി, ചാൾസ് പിയർമാൻ. ബഹുഘടക സിദ്ധാന്തം, മൾട്ടി ഫാക്ടർ തിയറി, തോണ്ടേക്ക്. സംഘഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി, തഴ്സൺ. ത്രിമുഖ സിദ്ധാന്തം, ത്രീ ഫേസസ് തിയറി, ജെ.പി. ഗിൽഫോർഡ്. ബുദ്ധിയിൽ ഒരൊറ്റ പ്രതിഭാസമേ ആവിർഭവിച്ചിട്ടുള്ളൂ എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് ഏകഘടക സിദ്ധാന്തം, യൂണിറ്ററി തിയറി ഓർ മൊണാർക്കിക് തിയറി. ദ്വിഘടക സിദ്ധാന്തം, ടു ഫാക്ടർ തിയറി. ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ ടു ഫാക്ടർ തിയറിയുടെ ഉപജ്ഞാതാവാണ് സ്പിയർമാൻ. സ്പിയർമാൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധിശക്തിയിൽ രണ്ട് ഘടകങ്ങൾ ആവിർഭവിച്ചിരിക്കുന്നു. ഒന്ന് സാമാന്യ ഘടകം അല്ലെങ്കിൽ ജി ഫാക്ടർ, അതായത് ജനറൽ ഫാക്ടർ. വിശിഷ്ട ഘടകം, അതായത് എസ് ഫാക്ടർ, സ്പെസിഫിക് ഫാക്ടർ. ഒരു പ്രത്യേക വ്യക്തിയുടെ ജികളും എസ്സുകളും മറ്റു വ്യക്തിയുടേതിൽ നിന്നും ഭിന്നമായിരിക്കും. അത് വ്യക്തിവ്യത്യാസത്തിന് കാരണമെന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് ദ്വിഘടക സിദ്ധാന്തം അല്ലെങ്കിൽ ടു ഫാക്ടർ തിയറി. ജി ഘടകത്തിൻ്റെ സവിശേഷതകൾ. ജന്മസിദ്ധമാണ്, പൊതുവായ മാനസിക ശക്തി വിശേഷമാണ്, സ്ഥിരമാണ്, എല്ലാ പ്രവർത്തനങ്ങളിലും കാണപ്പെടുന്നു. ജിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ജീവിത വിജയവും കൂടുന്നു. ജിയുടെ അളവിൽ വ്യക്തിവ്യത്യാസം ഉണ്ടായിരിക്കും. എസ് ഘടകത്തിൻ്റെ സവിശേഷതകൾ. പരിസ്ഥിതിയിൽ നിന്നും ആർജിക്കപ്പെട്ടവയാണ്. ഒരു വ്യക്തിയിൽ ഓരോ പ്രവർത്തനത്തിലും എസ് ഘടകം ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്. എസ് ഘടകത്തിൻ്റെ അളവിലും വ്യക്തിവ്യത്യാസം ഉണ്ടായിരിക്കും.
വിവിധ പ്രവർത്തനങ്ങൾ അന്തർഭവിച്ചിട്ടുള്ള നിരവധി പ്രത്യേക ശേഷികളുടെ ആകെത്തുകയാണ് ബുദ്ധി എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് ബഹുഘടക സിദ്ധാന്തം. ബഹുഘടക സിദ്ധാന്തത്തിൻ്റെ അല്ലെങ്കിൽ മൾട്ടി ഫാക്ടർ തിയറി ഓർ അനാർക്കിക് തിയറിയുടെ ഉപജ്ഞാതാവാണ് തോണ്ടേക്ക്. സംഘഘടക സിദ്ധാന്തം ഗ്രൂപ്പ് ഫാക്ടർ തിയറി. ജിയുടെ സ്ഥാനത്ത് നിരവധി പ്രാഥമിക ശേഷികളെ പ്രതിഷ്ഠിച്ച് മാനവശേഷിയുള്ള നിരവധി സംഘങ്ങൾ ഉണ്ടായെന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് സംഘഘടക സിദ്ധാന്തം ഗ്രൂപ്പ് ഫാക്ടർ തിയറി. സംഘഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് തഴ്സൺ. തഴ്സൻ്റെ 9 പ്രാഥമിക ഘടകങ്ങൾ: ദർശക ഘടകം വിഷ്വൽ ഫാക്ടർ, ഇന്ദ്രിയാനുഭൂതി ഘടകം പെർസെപ്ച്വൽ ഫാക്ടർ, ഭാഷാധാരണാ ഘടകം വെർബൽ കോംപ്രിഹെൻഷൻ ഫാക്ടർ, സംഖ്യാഘടകം ന്യൂമറിക്കൽ ഫാക്ടർ, സ്മരണാ ഘടകം മെമ്മറി ഫാക്ടർ, പദസ്വാധീന ഘടകം വേർഡ് ഫ്ലുവൻസി ഫാക്ടർ, തത്വാനുമാന യുക്തിചിന്തന ഘടകം ഇൻഡക്റ്റീവ് റീസണിംഗ് ഫാക്ടർ, തത്വസമർത്ഥന യുക്തിചിന്തന ഘടകം ഡിഡക്റ്റീവ് റീസണിംഗ് ഫാക്ടർ, പ്രശ്ന നിർദ്ധാരണ ശേഷി ഘടകം പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഫാക്ടർ. ഗിൽഫോർഡിൻ്റെ ത്രിമുഖ സിദ്ധാന്തം ഘടകാപഗ്രഥനം ഫാക്ടർ അനാലിസിസ് എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സങ്കേതം വഴി ബുദ്ധി മാതൃക വികസിപ്പിച്ചെടുത്തത് ജെ.ബി. ഗിൽഫോർഡാണ്. വിവിധ ബുദ്ധി പരീക്ഷാ ഫലങ്ങളുടെ ഘടക വിശ്ലേഷണം ചെയ്തുകൊണ്ടാണ് ഈ ഘടകങ്ങളുടെ സാധ്യത മുന്നോട്ട് വച്ചത്. ഗിൽഫോർഡിൻ്റെ സിദ്ധാന്തമനുസരിച്ച് നമ്മുടെ ചിന്തയുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നവയാണ് ഉള്ളടക്കങ്ങൾ. ഇവ ആവിഷ്കരിച്ചെടുക്കുന്ന ആശയങ്ങളാണ് ഉൽപ്പന്നങ്ങൾ. ബുദ്ധിപരമായ ഏതൊരു വ്യവഹാരത്തിനും 3 മുഖങ്ങൾ അല്ലെങ്കിൽ മാനങ്ങൾ ഉണ്ടെന്നും അവയെ ത്രിമായ രൂപത്തിൽ ചിത്രീകരിക്കാമെന്നും പറയുന്നത് ത്രിമുഖ സിദ്ധാന്തമാണ്. സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ SI മോഡൽ. ത്രിമുഖ സിദ്ധാന്തത്തിലെ 3 ഘടകങ്ങളാണ് ഉള്ളടക്കങ്ങൾ കണ്ടൻസ്, ഉൽപ്പന്നങ്ങൾ പ്രോഡക്ട്സ്, മാനസിക പ്രക്രിയകൾ ഓപ്പറേഷൻസ്. ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ: കാഴ്ച വിഷ്വൽ ഓഫ് ഫിഗറൽ, ശ്രവ്യം ഓഡിറ്ററി, പ്രതീകം സിംബോളിക്, അർത്ഥം സെമാൻറ്റിക്, വ്യവഹാരം ബിഹേവിയറൽ. ഉൽപ്പന്നത്തിലെ ഘടകങ്ങൾ: ഏകകങ്ങൾ യൂണിറ്റ്സ്, വിഭാഗങ്ങൾ അല്ലെങ്കിൽ വർഗങ്ങൾ ക്ലാസസ്, ബന്ധങ്ങൾ റിലേഷൻസ്, സംഹിതകൾ അല്ലെങ്കിൽ വ്യവസ്ഥകൾ വ്യൂഹങ്ങൾ സിസ്റ്റംസ്, പരിണിത രൂപങ്ങൾ അല്ലെങ്കിൽ രൂപാന്തരങ്ങൾ ട്രാൻസ്ഫോർമേഷൻസ്, സൂചനകൾ ഇംപ്ലിക്കേഷൻസ്. മാനസിക പ്രക്രിയയിലെ ഉപവിഭാഗങ്ങൾ: വൈജ്ഞാനികം കൊഗ്നിഷൻ, ഓർമ്മ മെമ്മറി, വിവ്രജന ചിന്ത ഡൈവേർജൻറ്റ് തിങ്കിങ്, സംരചന ചിന്ത ഏകമുഖ ചിന്ത കൺവേർജൻറ്റ് തിങ്കിങ്, മൂല്യനിർണ്ണയം ഇവാലുവേഷൻ. ബഹുമുഖ ബുദ്ധി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് MI. ബുദ്ധി എന്നത് പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാനോ ഒന്നോ അതിലധികമോ സാംസ്കാരിക സാഹചര്യത്തിൽ വിലമതിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് രൂപം കൊടുക്കാനോ ഉള്ള ശേഷിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഹൊവാർഡ് ഗാർഡ്നർ ആണ്. ജ്ഞാനനിർമ്മിതിവാദിയാണ് അദ്ദേഹം. ഗാർഡ്നറുടെ പ്രശസ്തമായ കൃതിയാണ് മനസ്സിൻ്റെ ചട്ടക്കൂടുകൾ ഫ്രെയിംസ് ഓഫ് മൈൻഡ് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് 1983. ബുദ്ധിയെക്കുറിച്ചുള്ള ഹൊവാർഡ് ഗാർഡ്നറുടെ പ്രശസ്ത കൃതിയാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് 1983. ബുദ്ധിശക്തി പരിശോധിക്കുന്നു ഇൻ്റലിജൻസ് റീഫ്രെയിംഡ് എന്ന ഗ്രന്ഥം 1999 രചിച്ചത് ഹൊവാർഡ് ഗാർഡ്നർ ആണ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ബഹുമുഖങ്ങൾ ഉണ്ടെന്ന് സിദ്ധാന്തിച്ചതും അദ്ദേഹം തന്നെയാണ്. ബുദ്ധിയുടെ ഈ രൂപങ്ങൾ ഓരോ വ്യക്തിയിലും അന്തർലീനമായിരിക്കുന്നത് ഒരേ അളവിലായിരിക്കുകയില്ല. ബുദ്ധിയുടെ പ്രവർത്തനം വിശകലനം ചെയ്ത അദ്ദേഹം 9 തരം ബുദ്ധി സവിശേഷതകൾ കണ്ടെത്തുകയുണ്ടായി. ഭാഷാപരമായ ബുദ്ധി വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, ദൃശ്യസ്ഥല പരബുദ്ധി വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസ്, ശാരീരിക ചലനപരബുദ്ധി ബോഡിലി കൈനസ്റ്റിക് ഇൻ്റലിജൻസ്,
സംഗീതപരമായ ബുദ്ധി മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, വ്യക്ത്യാന്തര ബുദ്ധി ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ആന്തരിക വൈയക്തിക ബുദ്ധി ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, പ്രകൃതിപരമായ ബുദ്ധി നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്, അസ്തിത്വപരമായ ബുദ്ധി എക്സ്റ്റെൻഷണൽ ഇൻ്റലിജൻസ്. ഇവയാണ് ഗാർട്ട്നർ അവതരിപ്പിക്കുന്ന ബുദ്ധിയുടെ ബഹുമുഖങ്ങൾ. ഭാഷാപരമായ ബുദ്ധി വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. ഓരോ വ്യക്തിക്കും ഭാഷയിൽ നിർമ്മിതി നടത്തുന്നതിനും ഭാഷ പ്രയോഗിക്കുന്നതിനുമുള്ള കഴിവിൽ വ്യത്യാസമുണ്ടായിരിക്കും. ഭാഷാപരമായ ബുദ്ധിയിൽ മുൻതൂക്കമുള്ളവർക്ക് നന്നായി എഴുതാനും ഫലപ്രദമായി പ്രഭാഷണം നടത്താനുമുള്ള കഴിവുണ്ടാകും. ഭാഷാപരമായ ബുദ്ധി കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും നൽകുന്ന പ്രവർത്തനങ്ങളാണ് സംവാദങ്ങൾ, ചർച്ചകൾ, സെമിനാറുകൾ, വിവിധ വ്യവഹാര രൂപങ്ങളിൽ രചനകൾ നടത്തൽ, പ്രഭാഷണങ്ങൾ, അഭിമുഖങ്ങൾ. യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. യുക്തിപൂർവം ചിന്തിക്കുന്നതിനും ആശയങ്ങളുടെ പരസ്പര ബന്ധം കണ്ടെത്തുന്നതിനും അമൂർത്ത ചിന്തനത്തിനും സഹായിക്കുന്ന ബുദ്ധിഘടകം. നൽകുന്ന പ്രവർത്തനങ്ങൾ ചാർട്ടുകൾ, ഗ്രാഫുകൾ, പട്ടികകൾ എന്നിവയുടെ നിർമ്മാണം, പാറ്റേൺ തയ്യാറാക്കൽ, പരസ്പര ബന്ധം കണ്ടെത്തൽ, ചോദ്യം ചോദിക്കൽ, പ്രശ്നം പരിഹരിക്കൽ, പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടൽ, പ്രവചിക്കൽ. ദൃശ്യസ്ഥലപര ബുദ്ധി വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസ്. വസ്തുക്കളുടെ സ്ഥാനനിർണ്ണയം നടത്തുന്നതിനും ഭാവനയിൽ കാണുന്നതിനും മനോചിത്രണം നടത്തുന്നതിനും ഒരു വസ്തുവിൻ്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും അതിൻ്റെ സവിശേഷതകൾ കണ്ടെത്തുന്നതിനും വസ്തുവിന് രൂപാന്തരമുണ്ടായാലുള്ള അവസ്ഥ മനസ്സിലാക്കുന്നതിനും മറ്റും സഹായിക്കുന്ന ബുദ്ധിഘടകമാണ്. നൽകാവുന്ന പ്രവർത്തനങ്ങൾ ചിത്രങ്ങൾക്ക് നിറം കൊടുക്കുക, കൊളാഷ് നിർമ്മിക്കുക, പോസ്റ്ററുകൾ തയ്യാറാക്കുക, നിറങ്ങളെ സംയോജിപ്പിക്കുക, സ്കൂളിൻ്റെ പ്ലാൻ വരയ്ക്കുക, പ്രദേശത്തിൻ്റെ ഭൂപടം തയ്യാറാക്കുക. ശാരീരിക ചലനപര ബുദ്ധി ബോഡിലി കൈനസ്റ്റിക് ഇൻ്റലിജൻസ്. ഒരാളുടെ ശരീരത്തെ അതിൻ്റെ ഉയർന്ന സാധ്യതകൾ അഥവാ സാധ്യമായ ഉയർന്ന തലങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നതിന് ഉപയുക്തമാകുന്നതിനുള്ള ബുദ്ധി സവിശേഷതയാണ് ശാരീരിക ചലനപര ബുദ്ധിയെന്ന് പറയുന്നത്. ഇക്കൂട്ടർക്ക് കായികശേഷി, വിവിധ ശരീരാവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള കഴിവ്, നൃത്തം ചെയ്യാനുള്ള കഴിവ്, കൈകാലുകൾ കൊണ്ടും ശരീരം കൊണ്ടും അഭ്യാസങ്ങൾ കാണിക്കാനുള്ള പാടവം, ശരീരത്തെ ആരോഗ്യകരമായും മനോഹരമായും സൂക്ഷിക്കാനുള്ള പ്രവണത, ചലനങ്ങൾ സൃഷ്ടിക്കാനുള്ള സിദ്ധി എന്നിവ കൂടുതലായിരിക്കും. നൽകാവുന്ന പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനം, പരീക്ഷണങ്ങൾ, കരകൗശല പ്രവർത്തനങ്ങൾ, നിർമ്മാണങ്ങൾ, അനുകരണം, അഭിനയം, നാടകീകരണം, കായിക പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങൾ. സംഗീതപരമായ ബുദ്ധി മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. സംഗീതാലാപനത്തിനും ആസ്വാദനത്തിനുമുള്ള ബുദ്ധിവിശേഷം ഏറിയും കുറഞ്ഞും എല്ലാവരിലുമുണ്ട്. വിവിധ സ്ഥായിയിലും വ്യത്യസ്തമായ താളത്തിലും ഭാവത്തിലും സംഗീതാത്മകമായി കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നതിനും ആസ്വദിക്കുന്നതിനുമുള്ള ബുദ്ധിയാണിത്. നൽകാവുന്ന പ്രവർത്തനങ്ങൾ കവിതകളുടെ താളം കണ്ടെത്തൽ, ഈണവും താളവും നൽകൽ, താളാത്മകമായി ചലിക്കൽ, സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കൽ, ശ്രവ്യ സങ്കേതങ്ങൾ പ്രയോജനപ്പെടുത്തൽ, കലാസ്വാദന പ്രവർത്തനങ്ങൾ ഏർപ്പെടൽ. വ്യക്ത്യാന്തര ബുദ്ധി ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. മനുഷ്യൻ ഒരു സമൂഹജീവിയാണ്. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവാണ് വ്യക്ത്യാന്തര ബുദ്ധി. അന്യരുടെ വികാര വിചാരങ്ങളും ആവശ്യങ്ങളും താൽപ്പര്യങ്ങളും കണക്കിലെടുത്ത് പ്രതികരിക്കാൻ കഴിയുക എന്നത് ഒരു പ്രത്യേക ഗുണവിശേഷമാണ്. ഇത് സാധ്യമാകുന്നതും വ്യക്ത്യാന്തര ബുദ്ധിയുള്ളതിനാലാണ്. നൽകാവുന്ന പ്രവർത്തനങ്ങൾ സഹകരണ സഹവർത്തിത പ്രവർത്തനങ്ങൾ, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ, അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കാണൽ, പരസ്പര വിലയിരുത്തലുകൾ. ആന്തരിക വൈയക്തിക ബുദ്ധി ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. സ്വന്തം ശക്തി, ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരാനും സ്വത്വ സാക്ഷാത്കാരത്തിലേക്ക് എത്താനുമുള്ള കഴിവാണ് ആന്തരിക വൈയക്തിക ബുദ്ധിയിലൂടെ വെളിവാകുന്നത്. തൻ്റെ മാനസിക പ്രശ്നങ്ങൾ, ആത്മസംഘർഷങ്ങൾ ഇവ പരിഹരിക്കാനും സ്വയം വിലയിരുത്തി മെച്ചപ്പെടുത്താനും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും സഹായിക്കുന്നത് ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. നൽകാവുന്ന പ്രവർത്തനങ്ങൾ
ജേണലുകൾ നിർമ്മിക്കൽ, വായനാക്കുറിപ്പ് തയ്യാറാക്കൽ, സർഗാത്മക പ്രവർത്തനങ്ങളിലേർപ്പെടൽ, സംവാദങ്ങളിലേർപ്പെടൽ, ചർച്ചകളിൽ പങ്കെടുക്കൽ. പ്രകൃതിപരമായ ബുദ്ധി, നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. തൻ്റെ ചുറ്റുപാടുകളെ അറിയാനും പ്രകൃതിയുടെ സവിശേഷതകളെ ആദരിക്കാനും ആസ്വദിക്കാനും വൈവിധ്യങ്ങളെ മനസ്സിലാക്കാനും അവ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനും അതിനായി പ്രവർത്തിക്കാനുമൊക്കെ കഴിയുന്നത് പ്രകൃതിപരമായ ബുദ്ധിയുടെ സ്വാധീനം കൊണ്ടാണ്. താനും പ്രകൃതിയുടെ ഭാഗമാണെന്ന് ഇതുവഴി തിരിച്ചറിയുന്നു. പ്രകൃതിയോട് ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്നതും ഈ ബുദ്ധിയുടെ സ്വാധീനത്താലാണ്. നൽകാവുന്ന പ്രവർത്തനങ്ങൾ: പ്രകൃതി നിരീക്ഷണം, സസ്യ-ജന്തുജാലങ്ങളുടെ സവിശേഷത തിരിച്ചറിയൽ, പ്രകൃതി വസ്തുക്കളെ തരംതിരിക്കൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മനസ്സിലാക്കൽ, പക്ഷി-മൃഗാദികളുമായി സംവാദിക്കൽ, കൃഷി വിദഗ്ധരുമായി അഭിമുഖം. അസ്തിത്വപരമായ ബുദ്ധി, എക്സ്റ്റൻഷണൽ ഇൻ്റലിജൻസ്. തത്വശാസ്ത്രപരമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തൻ്റെ തന്നെ നിലനിൽപ്പ്, അസ്തിത്വം എന്നിവ പരിശോധിക്കാനുള്ള കഴിവായി ഇതിനെ പരിഗണിക്കുന്നു. ഞാൻ ആരാണ്? ഹൂ ആം ഐ? എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു? ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് തൻ്റെതായ രീതിയിൽ ഉത്തരങ്ങളും വ്യാഖ്യാനങ്ങളും നൽകാൻ ഈ ഒരു ബുദ്ധിഘടകം സഹായിക്കുന്നു. നൽകാവുന്ന പ്രവർത്തനങ്ങൾ: മഹത് വചനങ്ങൾ വ്യാഖ്യാനിക്കൽ, ദിനാചരണങ്ങൾ അനുസ്മരണങ്ങൾ നടത്തൽ, എല്ലാ പ്രസ്ഥാനങ്ങളിലുമുള്ള നന്മ കണ്ടെത്തൽ, അസംബ്ലി, ക്ലബ് പ്രവർത്തനങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്തൽ, തത്വശാസ്ത്രപരമായ ചർച്ചകൾ നടത്തൽ. ആധുനിക സിദ്ധാന്തങ്ങൾ: റെയ്മണ്ട് കാറ്റലിൻ്റെ ബുദ്ധിവിഭജനം, കാറ്റൽസ് 2 ക്ലസ്റ്റേഴ്സ് തിയറി. ബുദ്ധിക്ക് ദ്രവ്യബുദ്ധി, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്, ഖരബുദ്ധി, ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്നീ 2 സുപ്രധാന ഘടകങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് റെയ്മണ്ട് കാറ്റലാണ്. നൈസർഗികമായി അഥവാ സഹജമായി ലഭിക്കുന്ന കഴിവാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. ഫ്ലൂയിഡ് ഇൻ്റലിജൻസിനെ നിർണ്ണയിക്കുന്നത് ജീവശാസ്ത്രപരമായ ഘടകങ്ങളാണ്. 20 വയസ്സിന് ശേഷം ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൻ്റെ വളർച്ചാ നിരക്ക് കുറയുന്നു. ചുറ്റുപാടുമുള്ള വസ്തുക്കളെ സ്വീകരിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൽ ഉൾപ്പെടുന്നവ: ആശയങ്ങൾ രൂപീകരിക്കൽ, സമാനതകളെ തിരിച്ചറിയൽ, യുക്തിചിന്തനം, പുതിയ മനോഘടന രൂപീകരിക്കൽ, ഉൾക്കാഴ്ച, വിവരങ്ങളെ വേഗത്തിൽ ശേഖരിച്ച് വയ്ക്കാനുള്ള ശേഷി, ഓർമ്മശക്തി. നാം ആർജിച്ച ജ്ഞാനത്തെ അഥവാ അറിവിനെ പ്രശ്നപരിഹരണ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള നിപുണതയാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. പരസ്പര ബന്ധങ്ങൾ കണ്ടെത്താനും പ്രശ്നപരിഹാരം ചെയ്യാനും വിലയിരുത്തൽ നടത്താനും കഴിയുന്നത് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിൻ്റെ സ്വാധീനത്താലാണ്. പരിസ്ഥിതിയും വിദ്യാഭ്യാസവും ചേർന്നാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിനെ രൂപപ്പെടുത്തുന്നത്. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ഏകദേശം 60 വയസ്സ് വരെ വികസിക്കും. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിൽ ഉൾപ്പെടുന്നവ: നേരത്തെ പഠിച്ച കാര്യത്തെ പ്രശ്നപരിഹാരത്തിനായോ തീരുമാനമെടുക്കുന്നതിനായോ ഉപയോഗിക്കൽ, ക്ലാസ് റൂം പരീക്ഷകൾ, വ്യത്യസ്ത സാമൂഹിക സാഹചര്യങ്ങൾ ഇടപെടൽ. ബുദ്ധിയുടെ ഈ 2 ഘടകങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മികച്ച ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ഉള്ള ഒരു വ്യക്തിക്ക് മികച്ച ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസും ഉണ്ടായിരിക്കും. റെയ്മണ്ട് കാറ്റലിൻ്റെ പ്രധാന പുസ്തകങ്ങൾ: ഡിസ്ക്രിപ്ഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി, ദ മീനിങ് ആൻഡ് മെഷർമെൻറ്റ് ഓഫ് ന്യൂറോട്ടിസം ആൻഡ് ആൻസൈറ്റി 1961, ദ പ്രഡിക്ഷൻ ഓഫ് അച്ചീവ്മെൻറ്റ് ആൻഡ് ക്രിയേറ്റിവിറ്റി 1968. അവബോധമുണ്ടാക്കൽ പ്രക്രിയയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഗണിച്ചാവണം ബുദ്ധിയെ നിർവചിക്കേണ്ടതെന്ന് കണ്ടെത്തിയ ബുദ്ധി സമീപനമാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച്. സ്റ്റേൺബർഗിൻ്റെ ട്രയാക്കിക് സിദ്ധാന്തം, സ്റ്റേൺബർഗ്സ് ട്രയാക്കിക് തിയറി. ബുദ്ധിയെക്കുറിച്ചുള്ള റോബർട്ട് ജെ സ്റ്റേൺബർഗിൻ്റെ സിദ്ധാന്തമാണ് ട്രയാക്കിക് സിദ്ധാന്തം. ആന്തരിക ഭാവങ്ങളായ ചിന്തകളും നിത്യജീവിതത്തിലെ ബാഹ്യമായ പ്രകടനങ്ങളും എങ്ങനെ പരസ്പരം കൈകോർക്കുന്നുവെന്നും സ്റ്റേൺബർഗ് വിശദീകരിച്ചു. ട്രയാക്കിക് സിദ്ധാന്തത്തിലെ ബുദ്ധിയുടെ 3 തലങ്ങളാണ്: ഘടകാംശ ബുദ്ധി, കോമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ്, അനലറ്റിക്കൽ സ്കിൽസ്; അനുഭവാർജ ബുദ്ധി, എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ്, ക്രിയേറ്റിവിറ്റി സ്കിൽസ്; സന്ദർഭോചിത ബുദ്ധി, കോൺടെക്സ്റ്റുവൽ ഇൻ്റലിജൻസ്, പ്രാക്ടിക്കൽ സ്കിൽസ്.
ഒരു വസ്തു വിശകലനം ചെയ്യുകയും അതിനെക്കുറിച്ച് കാര്യകാരണസഹിതം യുക്തിസഹജമായി ചിന്തിക്കുകയും ചെയ്ത് ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിനുമുള്ള കഴിവാണ് കോമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ്. പുതിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാനുള്ള ശേഷിയാണ് എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ്. സുപരിചിതമായ പ്രശ്നങ്ങളെ തനിയെ യാന്ത്രികമായി പരിഹരിക്കാൻ അനുഭവാർജിത ബുദ്ധിയിലൂടെ കഴിയുന്നു. ക്രിയാത്മകതയും ഉൾക്കാഴ്ചയും ആവശ്യമുള്ള പ്രശ്നങ്ങൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസിലൂടെയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനും സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കി തീർക്കാനുമുള്ള കഴിവാണ് കോണ്ടെക്സ്റ്റ്വൽ ഇൻ്റലിജൻസ്. സിറ്റുവേഷണൽ സ്മാർട്ട് എന്നും സ്ട്രീറ്റ് വൈസ് ഇൻ്റലിജൻസ് എന്നും അറിയപ്പെടുന്ന കോണ്ടെക്സ്റ്റ്വൽ ഇൻ്റലിജൻസ് ആണ്. പ്രായോഗിക ബുദ്ധിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വിദഗ്ധരും മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കുന്നതിൽ തൽപരരായവരുമാണ് കോണ്ടെക്സ്റ്റ്വൽ ഇൻ്റലിജൻസ്. ബുദ്ധിമാപനം, മെഷർമെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ്. ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണ്ണയിക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയത് ആൽഫ്രഡ് ബിനെയാണ്. അദ്ദേഹം ഫ്രഞ്ച് മനഃശാസ്ത്രജ്ഞനാണ്. ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആൽബർട്ട് ബിനെ. ആൽഫ്രഡ് ബിനെ തിയോഡർ സൈമനുമായി ചേർന്നു 1905 30 ചോദ്യങ്ങൾ ഉൾപ്പെട്ട ബുദ്ധിശോധകം തയ്യാറാക്കി. ഈ ബുദ്ധി പരീക്ഷ അറിയപ്പെടുന്നത് ബിനെ സൈമൺ സ്കെയിൽ എന്നാണ്. മാനസിക വയസ്സ്, മെൻ്റൽ ഏജ് എന്ന ആശയത്തിന് രൂപം നൽകിയത് ബിനെ ആണ്. വ്യക്തികളുടെ മാനസിക വികാസം അളക്കുന്നത് മാനസിക വയസ്സിൻ്റെ രൂപത്തിലാണ്. മാനസിക വയസ്സ് കണക്കാക്കുന്നത് ബുദ്ധി പരീക്ഷയിൽ നേടുന്ന സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബുദ്ധിമാനം, ഇൻ്റലിജൻസ് കോഷ്യൻ്റ് അല്ലെങ്കിൽ IQ. ബുദ്ധിമാനം എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് വില്യം സ്റ്റേൺ ആണ്. ഇദ്ദേഹം ജർമ്മൻ മനഃശാസ്ത്രജ്ഞനാണ്. മാനസിക വയസ്സ് MA, കാലിക വയസ്സ് CA തമ്മിലുള്ള അനുപാതത്തിൻ്റെ ശതമാന രൂപമാണ് ബുദ്ധിമാനം. IQ is equal to MA divided by CA into 100. MA mental age, CA chronological age. ഉദാഹരണം, 4ഉം 5ഉം വയസ്സുള്ള 2 കുട്ടികൾ ഒരു ബുദ്ധി പരീക്ഷയിൽ നേടിയ മാനസിക വയസ്സ് 5 ആണെങ്കിൽ അവരുടെ ബുദ്ധിമാനം 4 വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധിമാനം IQ is equal to 5/4 into 100, 125. 5 വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധിമാനം IQ is equal to 5/5 into 100 is equal to 100. ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് കാലിക വയസ്സിന് തുല്യമായിരുന്നാൽ അവൻ്റെ ബുദ്ധിമാനം 100 ആയിരിക്കും. 100ൽ കുറഞ്ഞ ബുദ്ധിമാനം ബുദ്ധിക്കുറവിനെയും 100ൽ കൂടിയ ബുദ്ധിമാനം ബുദ്ധി കൂടുതലിനെയും കാണിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാനം നടത്തിയത് ഡോക്ടർ CH റൈസ് ആണ്. ബിനറ്റ് സൈമൺ മാബിനിയുടെ ചുവട് പിടിച്ച് ഹിന്ദുസ്ഥാൻ ബിനറ്റ് പെർഫോമൻസ് സ്കെയിൽ പുറത്തിറക്കിയത് ഡോക്ടർ CH റൈസ് ആണ്. കാവിഡ് എന്ന ബുദ്ധിശോധകം വികസിപ്പിച്ചത് തോണ്ടൈക്ക് ആണ്. കാവിഡ്, കംപ്ലീഷൻ ഓഫ് സെൻറ്റൻസസ്, അരിത്തമെറ്റിക്കൽ റീസണിംഗ്, വൊക്കാബുലറി, ഡയറക്ഷൻ, ഫോളോയിങ് ഡയറക്ഷൻ. ഒരേ സമയം പരിശോധിക്കപ്പെടുന്നവരുടെ എണ്ണത്തെ ആധാരമായുള്ള മാനദണ്ഡമനുസരിച്ച് ബുദ്ധിശോധകങ്ങളെ 2ആയി വർഗീകരിക്കാം. 1 വ്യക്തിശോധകങ്ങൾ ഇൻ്റലിജൻസ് ടെസ്റ്റ്, 2 സംഘശോധകങ്ങൾ ഗ്രൂപ്പ് ടെസ്റ്റ്. ഉപയോഗിക്കുന്ന മാധ്യമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബുദ്ധിശോധകങ്ങളെ 2ആയി വർഗീകരിക്കാം. 1 ഭാഷാപരശോധകങ്ങൾ വെർബൽ ടെസ്റ്റ്, 2 ഭാഷാപരമല്ലാത്ത ശോധകങ്ങൾ നോൺ വെർബൽ ടെസ്റ്റ്. ബുദ്ധിമാപനത്തിനുള്ള പ്രകടന ശോധകങ്ങൾ പിൻഡർ പാറ്റേഴ്സൺ പ്രകടനമാപിനി, പിൻഡർ പാറ്റേഴ്സൺ പെർഫോമൻസ് സ്കെയിൽ, ആർതറുടെ പ്രകടനമാപിനി ദ ആദേഴ്സ് ടെസ്റ്റ് ഫോർ സ്മോൾ ചിൽഡ്രൻ 1974, ഫാട്ടിയയുടെ പ്രകടന ശോധകം ഫാട്ടിയാസ് പെർഫോമൻസ് ടെസ്റ്റ്, വെഷ്ലർ ബെല്ലൈവ്യൂ ബുദ്ധിമാപിനി WBIS 1939, വെഷ്ലേഴ്സ് അഡൽട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ WAIS. വൈകാരിക ബുദ്ധി, ഇമോഷണൽ ഇൻ്റലിജൻസ്. വൈകാരികാവസ്ഥകളെ ബുദ്ധിപരമായി നിയന്ത്രിക്കാനുള്ള കഴിവാണ് വൈകാരിക ബുദ്ധി. ഹൊവാർഡ് ഗാർഡനറുടെ അഭിപ്രായത്തിൽ ആന്തരിക വൈയന്തിക ബുദ്ധി ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് വ്യക്താന്തര ബുദ്ധിയും ആണ് ഒരാളുടെ ജീവിത വിജയത്തെ കാര്യമായി സഹായിക്കുന്നത്. ഇവ രണ്ടിനെയും ചേർത്ത് വ്യക്തിപരമായ ബുദ്ധി പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പൊതുവെ പറയും.
വ്യക്തിക്ക് തന്നെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം വൈയന്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നു. വ്യക്തിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിനുള്ള കഴിവ് വ്യക്താന്തര ബുദ്ധി, പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നു. ഹോവാർഡ് ഗാർഡനറുടെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കി വൈകാരിക ബുദ്ധി, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന ആശയം മുന്നോട്ട് വച്ചത് പീറ്റർ സലോവേ, ജോൺ മേയർ എന്നിവരാണ് 1990. വൈകാരിക ബുദ്ധി എന്ന ആശയത്തിന് വിപുലമായ പ്രചാരവും സ്വീകാര്യതയും ലഭിച്ചത് ഡാനിയൽ ഗോൾമാൻ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതോടെയാണ് 1995. ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് തൻ്റെയും മറ്റുള്ളവരുടെയും വൈകാരിക അവസ്ഥകളെ തിരിച്ചറിയാനും വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പ്രചോദകമായി ഈ തിരിച്ചറിവിനെ ഉപയോഗപ്പെടുത്താനുമുള്ള സാമൂഹികമായ ബുദ്ധിശക്തിയാണ് വൈകാരിക ബുദ്ധി. സാമൂഹികവും വൈകാരികവുമായ 5 അടിസ്ഥാന ശേഷികളാണ് വൈകാരിക ബുദ്ധിക്കുള്ളതെന്ന് അഭിപ്രായപ്പെട്ടത് ഡാനിയൽ ഗോൾമാൻ ആണ്. ഗോൾമാൻ്റെ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങൾ: സ്വഭാവബോധം, സെൽഫ് അവെയർനെസ്, ആത്മനിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ, ആത്മചോദനം, സെൽഫ് മോട്ടിവേഷൻ, അനുതാപം, എമ്പതി, സാമൂഹ്യ നൈപുണികൾ, സോഷ്യൽ സ്കിൽസ്. സ്വഭാവബോധം, സെൽഫ് അവെയർനെസ്, സ്വന്തം വികാരങ്ങളും അവയുടെ അനന്തരഫലങ്ങളും തിരിച്ചറിയാനുള്ള വ്യക്തിയുടെ കഴിവാണ്. തൻ്റെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവ്, വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും നേരിടാനുള്ള ആത്മവിശ്വാസം തുടങ്ങിയവ സ്വഭാവബോധത്തിൻ്റെ ഭാഗമാണ്. ആത്മനിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ, അനഭിലഷണീയ വികാരങ്ങളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനുമുള്ള കഴിവാണിത്. വിശ്വസ്തത, കാര്യങ്ങൾ ഉത്തരവാദിത്വബോധത്തോടെ മികച്ച രീതിയിൽ ഏറ്റെടുത്ത് നടത്താനും മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുമുള്ള സന്നദ്ധത, പുതിയ സാഹചര്യങ്ങളെയും ആശയങ്ങളെയും സ്വീകരിക്കാനുള്ള താൽപ്പര്യം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ആത്മചോദനം, സെൽഫ് മോട്ടിവേഷൻ, ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കാനും തൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താനുമുള്ള വ്യക്തിയുടെ അഭിവാഞ്ഛയാണിത്. താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള താൽപ്പര്യവും തിരിച്ചടികളിലും പരാജയങ്ങളിലും പതറാതെ ലക്ഷ്യബോധത്തോടെ മുന്നേറാനുള്ള കഴിവും ഇതിൻ്റെ സവിശേഷതകളാണ്. അനുതാപം, എമ്പതി, മറ്റുള്ളവരുടെ ചിന്തകളെയും വികാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം ഇടപെടാനുള്ള കഴിവാണിത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള താൽപ്പര്യം, മറ്റ് വ്യക്തികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനും അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനുമുള്ള സന്നദ്ധത, സമൂഹത്തിൻ്റെ പൊതുവായ വൈകാരിക അവസ്ഥ അല്ലെങ്കിൽ നിലപാടുകൾ തുടങ്ങിയവ മനസ്സിലാക്കുന്നതിനുള്ള കഴിവ്, സാമൂഹ്യ ബന്ധങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള കഴിവും ഇതിൽ ഉൾച്ചേർന്നിരിക്കുന്നു. സാമൂഹ്യ നൈപുണികൾ, സോഷ്യൽ സ്കിൽസ്, മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുക, വ്യക്തമായും അനായാസമായും ആശയവിനിമയം ചെയ്യുക, വ്യക്തികളെയും സമൂഹത്തെയും പ്രചോദിപ്പിക്കുവാനും നയിക്കുവാനും കഴിയുക, സാമൂഹിക മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുക, പ്രശ്നങ്ങൾ മധ്യസ്ഥത വഹിച്ച് അവ പരിഹരിക്കുക, സാമൂഹ്യ ബന്ധങ്ങൾ വളർത്തിയെടുക്കുക, പൊതുലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും ചെയ്യുക തുടങ്ങിയവ സാമൂഹ്യ നൈപുണികളാണ്. ഗോൾമാൻ യുക്തിപര പ്രാപ്തികൾ, പേഴ്സണൽ കോമ്പിറ്റൻസ് ആയി അവതരിപ്പിക്കുന്നത് സ്വഭാവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം എന്നിവയാണ്. ഗോൾമാൻ സാമൂഹ്യ പ്രാപ്തികൾ, സോഷ്യൽ കോമ്പിറ്റൻസ് ആയി അവതരിപ്പിക്കുന്നത് അനുതാപം, സാമൂഹ്യ നൈപുണികൾ എന്നിവയാണ്. വൈകാരിക നിയന്ത്രണം, ഇമോഷണൽ കൺട്രോൾ. വൈകാരിക നിയന്ത്രണത്തിനുള്ള മാർഗങ്ങൾ: വൈകാരിക വിക്ഷോഭത്തിന് കാരണമാകാവുന്ന അവസ്ഥകളെ ഒഴിവാക്കുക. വൈകാരിക നിയന്ത്രണത്തിനുള്ള ശാസ്ത്രീയ മാർഗം വൈകാരിക ഊർജത്തെ പ്രയോജനകരവും സമൂഹം അംഗീകരിക്കുന്നതുമായ കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുക. വൈകാരിക നിയന്ത്രണത്തിനുള്ള ശേഷി കുട്ടികളിൽ സ്വയമേ രൂപപ്പെട്ടു വരേണ്ടതാണ്. എങ്കിലും സാമൂഹ്യ പ്രതീക്ഷകൾക്ക് അനുസരിച്ചുള്ള പെരുമാറ്റം കുട്ടികളിൽ ഉറപ്പുവരുത്തുവാൻ രക്ഷിതാക്കളും അധ്യാപകരും നിരന്തരം ഇടപെടലുകൾ നടത്തേണ്ടതാണ്. 5 തലങ്ങളിലാണ് വൈകാരിക ബുദ്ധി വിശദീകരിക്കപ്പെടുന്നത്. നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക, നോയിങ് അവർ ഇമോഷൻസ്. വികാരങ്ങളെ നിയന്ത്രിക്കുക, മാനേജിങ് അവർ ഇമോഷൻസ്. സ്വയം പ്രചോദിതരാകുക, മോട്ടിവേറ്റിംഗ് അവർ സെൽഫ്സ്.
മറ്റുള്ളവരുടെ വികാരങ്ങളെ അറിയിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുക. റെക്കഗ്നൈസിങ് ദ ഇമോഷൻസ് ഓഫ് അതേഴ്സ്. ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. ഡീലിംഗ് റിലേഷൻസ് എഫക്റ്റീവ്ലി. വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകൾ. ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ്. വികാരങ്ങളെ തിരിച്ചറിയാനും ഔചിത്യപൂർവ്വം പ്രകടിപ്പിക്കാനുമുള്ള കഴിവ്. ആശയവിനിമയ ശേഷി മൂലം മറ്റുള്ളവരുടെ ശ്രദ്ധയും വിശ്വാസവും പിടിച്ചു പറ്റാനുള്ള കഴിവ്. നർമ്മബോധത്തോടെ ജീവിത പ്രതിസന്ധികളെ നേരിടാനുള്ള ശേഷി. ചുമതലകൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവ്. ആശയ സംഘർഷങ്ങളെ ആരോഗ്യകരവും ക്രിയാത്മകവുമായ രീതിയിൽ പരിഹരിക്കാനുള്ള ശേഷി. വൈകാരിക മാനവും മാപനവും. ഇമോഷണൽ കോഷ്യന്റ് (EQ). IQ ഇൻ്റലിജൻസ് കോഷ്യൻറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ EQ ഇമോഷണൽ കോഷ്യൻ്റ് ആണ് ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമെന്ന് അഭിപ്രായപ്പെട്ടത് ഡാനിയൽ ഗോൾമാൻ ആണ്. വൈകാരിക ബുദ്ധിയുടെ വക്താവാണ് ഡാനിയൽ ഗോൾമാൻ. വൈകാരിക ബുദ്ധിയെ നിർണ്ണയിക്കുന്ന ചോദ്യങ്ങൾ തയ്യാറാക്കിയവർ ജോൺ ഡി മേയർ, പീറ്റർ സലോവി. ആർജിക്കുവാൻ കഴിയുന്ന ഒരു ശേഷിയാണ് വൈകാരിക ബുദ്ധി. സാമൂഹിക ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന അനുഭവങ്ങൾ വൈകാരിക ബുദ്ധിയുടെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. കുടുംബത്തിലും വിദ്യാലയത്തിലും ഇത്തരം ധാരാളം അനുഭവങ്ങൾ കുട്ടികൾക്ക് ലഭിക്കണം. വൈകാരിക ബുദ്ധി വികസിക്കുന്നതിനനുസരിച്ച് അക്കാദമിക നേട്ടവും വർദ്ധിപ്പിക്കാമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. വൈകാരിക ബുദ്ധി കൂടുതൽ ഉള്ളവരുടെ പ്രത്യേകത. നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നു, പ്രവർത്തനങ്ങൾ വിജയിക്കുന്നു, വികാരങ്ങളെ തിരിച്ചറിയാനും ഔചിത്യപൂർവ്വം പ്രകടിപ്പിക്കാനും അനായാസം സാധിക്കും. വൈകാരിക ബുദ്ധിയെ ഗുണപരമായി സ്വാധീനിക്കുന്നവ സഹവർത്തിത പഠനരീതികൾ, സമസംഘ പഠനം, പ്രോജക്റ്റുകൾ, സെമിനാറുകൾ, സംവാദങ്ങൾ, ഗ്രൂപ്പ് ചർച്ചകൾ, സംഘമായുള്ള കളികൾ. ഡാനിയൽ ഗോൾമാൻ്റെ സിദ്ധാന്തം വൈകാരിക ക്ഷമതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അമിതമായ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയുണ്ടാക്കുന്ന അവസരങ്ങളിൽ മനസ്സ് ശാന്തമാക്കി യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിച്ചു തീരുമാനമെടുക്കാനുള്ള കഴിവ് കൂടുതലായുള്ളവരാണ് വൈകാരിക ബുദ്ധിയുള്ളവർ. ജീവിത വിജയത്തിൻ്റെ സൂചകമായി IQവിനെ പരിഗണിക്കാൻ കഴിയില്ലെന്ന് തെളിയിച്ച വ്യക്തിയാണ് ഡാനിയൽ ഗോൾമാൻ. IQ ഉയർന്ന വ്യക്തിക്കും വൈകാരിക ബുദ്ധി കുറവായിരിക്കാം. ആത്മീയ ബുദ്ധി, സ്പിരിച്വൽ ഇൻ്റലിജൻസ്. ഒരു വ്യക്തിയുടെ ആത്മസത്തതയെ തിരിച്ചറിയുന്ന ഘടകമാണ് ആത്മീയ ബുദ്ധി. സന്ദർഭത്തിനനുസരിച്ച് പ്രതികരിക്കാനുള്ള കഴിവ്, സ്വന്തം കഴിവിനെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചുമുള്ള ഉയർന്ന ബോധം, വിഷമാവസ്ഥകളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ്, വേദനകളെ അഭിമുഖീകരിക്കാനും അവയെ സന്തോഷമാക്കി മാറ്റാനുമുള്ള കഴിവ്, മൂല്യങ്ങളാലും കാഴ്ചപ്പാടുകളാലും പ്രചോദിതമാകാനുള്ള ശേഷി, മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് എന്നിവ ആത്മീയ ബുദ്ധിയുള്ള വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.